ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ പൊരിഞ്ഞടി നടക്കാണ്. അടി നടക്കുന്നത് ഷാനവാസും ബിന്നിയും തമ്മിലാണ്. പിന്നീട് അത് ലക്ഷ്മി ഏറ്റെടുക്കുന്നു. പിന്നീട് കൂട്ടടിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിൽ പെട്ടുപോയിരിക്കുന്നത് അനീഷാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ലൈവിൽ അല്പസമയം മുമ്പ് നടക്കുന്ന ഒരു വഴക്കാണ്. ഷാനവാസിന്റെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ നടന്ന് വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവരുടെ പിന്നാലെ നടന്ന് അവരെന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് പറയാൻ വേണ്ടിയിട്ട് മാക്സിമം അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരുടെ നാവിൽ നിന്നും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് താൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ താൻ പറഞ്ഞ തെറ്റ് അത് തെറ്റല്ലാതാക്കിയ അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഷാനവാസിനുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു കളി ഷാനവാസ് നടത്തുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ആദില കുഞ്ഞി പെങ്ങളുടെ അടുത്ത് പോയിട്ട് ആദിലെടുത്ത് പറയും, ഞാൻ ചെയ്തത് ഇതാണ്, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ചെയ്ത തെറ്റല്ലെന്നോ ശരിയാണെന്നും ആദിലിനെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കളിയുമായിട്ടാണ് ഷാനവാസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് പലരും ഇപ്പോൾ വീട്ടിൽ കളിക്കുന്നത്. ഇന്ന് ജയിലിൽ നടന്ന ഫൈറ്റ് ഷാനവാസും ബിന്നിയും തമ്മിലുള്ള ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് 100% തെറ്റ് ഷാനവാസിൻ്റെ ഭാഗത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷാനവാസിന് എന്തോ ലേഡി ക്യാപ്റ്റൻ എന്നോടൊരു ബഹുമാനമില്ല. ഒരു സ്ത്രീ ഒരു ക്യാപ്റ്റനായി വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ബഹുമാനമില്ലായ്മ ബിന്നിക്ക് ഫീൽ ചെയ്തു. ഡെയിലി ടാസ്ക് അതിന് മുമ്പായി തന്നെ ഷാനവാസും ബിന്നിയും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി. ആ സമയത്താണ് ബിഗ് ബോസ് ഡെയിലി ടാസ്കിനായിട്ട് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയത്. ബിന്നിക്ക് ആ ഒരു കോൺവെർസേഷൻ മുഴുവിപ്പിക്കാൻ സാധിച്ചില്ല. പോയി പിന്നീട് ബിന്നി വന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോഴാണ് വീണ്ടും ഒരു പുച്ഛഭാവം. ഇത് ബിന്നി ചോദ്യം ചെയ്തു. ആ സമയത്താണ് ഷാനവാസ് എന്ത് ചെയ്തു, മാവുള്ള കയ്യിൽ വെച്ച് ഇങ്ങനെ ഒരൊറ്റടി അടിച്ചു. അപ്പോൾ ആ മാവ് തെറിച്ച് ബിന്നിയുടെ മുഖത്തേക്ക് വീണു. ഇതിന് മാപ്പ് പറയണം. ക്യാപ്റ്റനെ പുച്ഛിച്ചതോ അതൊക്കെ ഞാൻ മറന്നേക്കാം, പക്ഷേ എൻ്റെ മുഖത്ത് ഇത് വലിച്ചെറിഞ്ഞതിന് മാപ്പ് പറഞ്ഞേ പറ്റുമെന്ന് മാപ്പ് പറയാൻ തയ്യാറാവാതെ ഷാനവാസും. പിന്നീട് ഇവർ തമ്മിലുള്ള വാക്കുതർക്കത്തിൽ ഷാനവാസ് ബിന്നിയുടെ വീട്ടുകാരെ വിളിക്കുന്നുണ്ട്, ബിന്നിയുടെ ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ട്. എന്തിനാ ഷാനവാസ് വീട്ടിലുള്ളവരൊക്കെ വിളിക്കുന്നത്? ലാലേട്ടൻ തുടക്കം മൂലം പറയുന്നുണ്ട് വീട്ടിലെന്തിനാ വിളിക്കുന്നതെന്ന്. ഷാനവാസ് എപ്പോഴും അത് വീട്ടുകാരെ വിളിക്കും, ഭർത്താവിനെ വിളിക്കുന്നു, പെങ്കോന്തനാണെന്ന് പറയുന്നു. ഇതിന് ഷാനവാസിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത്. പിന്നീട് ഈ വഴക്ക് ലക്ഷ്മിയും ഷാനവാസും തമ്മിലായിട്ടുണ്ട്. ലക്ഷ്മിയുടെ അമ്മ വന്നപ്പോൾ പറഞ്ഞ കാര്യമൊക്കെ എടുത്തിട്ട് പിന്നീട് അവിടെ കിടന്ന് മെഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ബിന്നിയുടെ അടുത്ത് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ലക്ഷ്മി കിട്ടിയപ്പോൾ ലക്ഷ്മിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ബിന്നി പറയുന്നൊന്നും കേൾക്കുന്നില്ല. അത്തരത്തിലാണ് ഷാനവാസിന്റെ കളി. എന്തായാലും ഷാനവാസ് ഇപ്പോൾ കളിക്കുന്ന കളി ഉണ്ടല്ലോ, വളരെ ചീപ്പായിട്ടുള്ള ഒരു കളിയാണ്. ഇത് ഷാനവാസിന് വളരെ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഷാനവാസ് ഈ 10-50 ദിവസം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഇമേജ് ഉണ്ടല്ലോ, അത് മൊത്തം കളയുന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള കളി. ഇത് ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഗെയിം ഒന്ന് മാറ്റിപ്പിടിച്ചത്. ആ മാറ്റിപ്പിടിച്ച ഗെയിം സ്ട്രാറ്റജി അതെന്തോ ആയിക്കോട്ടെ, നെഗറ്റീവായിട്ട് ഷാനവാസിന് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ വരും. ലാലേട്ടൻ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാകും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാമെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.